ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിയാമണിയും അതുപോലെ തന്നെ മാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അഷിത വരുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത് കേട്ടോ. അഷിത വരുമ്പോൾ തന്നെ പ്രിയാമണി ചോദിക്കേണ്ടത്, എല്ലാം മോളെ എന്താ നീ ഈ സമയത്തെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എന്ത് സമാധാനമാണ് അമ്മ കിട്ടുന്നത്? ഇഷുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. അവൾ എന്താമേ ഇങ്ങനെ? പിന്നെ അവള് എന്തിനാ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് നമ്മളെ കളിയാക്കാനോ എന്ന് അശ്വതി ചോദിക്കുമ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട്, അവൾ ഹോസ്പിറ്റലിൽ പോയതേ അവൾക്കൊരു കുഴപ്പമില്ലെന്ന് അവൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇതേ അവൾക്കൊരു കുഴപ്പമില്ലെന്ന് അവൾ സ്വപ്നവല്ലിയുടെ അടുത്ത് പോയി പറഞ്ഞു. സ്വപ്നവല്ലി ആകെ ഒരു ഇഷ്യൂ ആക്കി. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല, കാരണം മഹേഷിന് 2 കുഞ്ഞുങ്ങൾ അവളുടെ അടുത്തുണ്ട്. പക്ഷെ എന്നിട്ട് മനഃപൂർവ്വം അവരിത് ഒരു ഇഷ്യൂ ആക്കിയതാണ് എന്ന് പറയാണ്. അത് ആർക്കും അറിയാൻ പാടില്ലാത്തത് പ്രിയാമണി എന്ന് മാഷും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രിയാമണി പറയുന്നുണ്ട്, എന്ത് പറയാനാ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഷിപ്പി നിർബന്ധിക്കാൻ തുടങ്ങി ഒരു കുഞ്ഞു വേണമെന്ന്. ഇതിന്റെ പിറകിൽ മഹേഷ് ഒന്നും ആയിരിക്കില്ല, നമ്മുടെ മോള് തന്നെയായിരിക്കും പ്രിയാമണി എല്ലാത്തിനും കാരണം എന്ന് മാഷ് പറയാണ്. എന്താണെങ്കിലും എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താണ് അഷിത പറയുന്നുണ്ട്, എന്നാലും ഭയങ്കര കഷ്ടമായി പോയി. എൻ്റെ ജീവിതം ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും ഇഷിതയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് സന്തോഷത്തോടിരിക്കുകയായിരുന്നു ഞാൻ. ഇതിപ്പോൾ എപ്പോഴായാലും മനസ്സുരിയമ്മയുടെ കാതിലും എത്തും. പിന്നെ മനസ്സിനമ്മ കഥ ഉണ്ടാക്കാൻ പോണ വേറെ രീതിയിലായിരിക്കും. അവൾ ഇപ്പോഴും മാധവിനെ സ്നേഹിക്കുന്നുണ്ട്, മാധവിന് ഇപ്പോഴും പുരുഷനായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മഹേഷായിട്ട് ഒരുമിച്ച് ജീവിക്കാത്തതായിരിക്കും മനസ്സുനി അമ്മ പറയാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മോളെ എല്ലാത്തിനും നിന്റെ തലയിലാണല്ലോ വന്ന് വീഴുന്നത്. ഇഷിത ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിന്റെ തലയിലാണല്ലോ മോളെ വന്ന് വീഴുന്നത് എന്ന് പറയുമ്പോഴേക്കും അഷിത പറയണ്ട്, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താ അത്? അതെ, മഹേശ്വരേട്ടന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. മാറ്റോ? എന്ത് മാറ്റം? ഇപ്പൊ എന്നെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് അമ്മ പറയാണ് രാവിലെ ഞാൻ പണി രാജി വെക്കണമെന്ന്. പക്ഷെ മഹേശ്വരേട്ടൻ പറഞ്ഞു, വേണ്ട, അവൾ പണി രാജി വെക്കണ്ട, അവൾ കഷ്ടപ്പെട്ട് മേടിയെടുത്ത ജോലിയല്ലേ, അത് രാജിവെക്കാൻ അമ്മ എല്ലാവരും പറഞ്ഞാലും രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് മകൻ മുഖത്ത് നോക്കി അമ്മയുടെ പറഞ്ഞുമേ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പുച്ഛത്തോടെ തിരിച്ച് പറയണ്ടേ, എടി അതാ നിന്റെ സാലറി കണ്ടിട്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് പറയാണ്. അതൊന്നും അല്ലേ മഹേശ്വരേട്ടന് നല്ല മാറ്റമുണ്ട്, മാധവിടക്ക് ഉപദേശിക്കാറുണ്ട്, അതിൻ്റെ ആയിരിക്കും. അപ്പോഴേ പ്രിയാമണി പറയണ്ടപ്പോഴേക്കും ഒരാളുടെ ജീവിതം ഇങ്ങനെയാകുമ്പോൾ മറ്റേ ജീവിതം അങ്ങനെയാകും. എന്തൊരു കഷ്ടപ്പാടാ ഈശ്വര, എൻ്റെ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രിയാമണി കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാമനാഥനെയാട്ടോ. രാമനാഥൻ്റെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഫാനിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് നമ്മുടെ അവിടെ ചുമ്മാ കസേര പുറത്ത് ഇരുന്നിട്ട് ആ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ മഞ്ജിമ പറയണ്ട, അച്ഛന് വേറെ പണിയൊന്നും ഇല്ല അച്ഛാ, ഈ സ്റ്റൂളിലെ മുകളിൽ കയറിയിരുന്ന് ഫാനൊക്കെ തൂത്താനായിട്ട്. അത് എവിടെ നിന്നെങ്കിലും നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ എനിക്കിതൊക്കെ ചെയ്യേണ്ടി, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ, നീ ചെയ്യോ? നിന്റെ അമ്മ അടിച്ചു വരാറുണ്ട്, നിലം മാത്രമേ അടിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഒരു വീട്ടിൽ നിലം മാത്രമാണെന്ന്, പൊക്കത്തൊന്നും ചൂല് കൊണ്ട് അടിക്കില്ല. ഇതെന്തായാലും എനിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ എന്ന് രാമനാഥൻ പറയാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അല്ല അച്ഛനവിടെ ഒരു മരുമകളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതെ അവളൊക്കെ തിരക്കുള്ളൊരു ഡോക്ടറാണ് അവള്, അതുകൊണ്ട് അവള് ചെയ്യാത്തത്. അല്ലാണ്ടോ, മരുമകൾ ഡോക്ടറാണ്, മകൻ എഞ്ചിനീയറാണ്, പക്ഷെ ഒരു വേലക്കാരത്തിനെ വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അത് നിന്റെ അമ്മ പറഞ്ഞതാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേലക്കാരത്തിന് ആവശ്യമൊന്നുമില്ല, വീട്ടിൽ എടുക്കാവുന്ന പണിയേ ഉള്ളൂ എന്ന്. അല്ല അച്ഛൻ്റെ മരുമകൾക്ക് സഹായിച്ചൂടെ അമ്മേനെ എന്ന് ചോദിക്കുമ്പോൾ, എടി അവള് സഹായിക്കാറുണ്ട്, ഹോസ്പിറ്റലിൽ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ അടുക്കളയിൽ കയറി എല്ലാ പണിയും ചെയ്യണത് അവളാണ്, അല്ലാതെ നിന്നെ പോലെ അല്ല അവള് എന്ന് പറയാണ്. തുടങ്ങി, അല്ല നിനക്ക് എന്ത് പണിയാണുള്ളത്? രാവിലെ കുളിച്ചെഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുമ്പോൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും മഞ്ജു പറയണ്ട, പിന്നെ എനിക്ക് എൻ്റെ സൗന്ദര്യം നോക്കണ്ടേ? എടി പഠിക്കേണ്ട സമയത്ത് നിന്നെ പഠിച്ചിരുന്നെങ്കിൽ നീ ഏത് നിലയിലെത്തിയാനെ? കഷ്ടിച്ചും മുഷ്ടിച്ചും ഡിഗ്രി വരെ പോയി, അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലമായിട്ട് പ്രണയിച്ചു, അതും കുളമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. പിന്നീട് കൈലാസിനെ വിവാഹം കഴിച്ചു, എന്നിട്ട് എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല, മുടിപ്പിക്കാനും വേണ്ടി മാത്രം ഉണ്ടായവൾ. എല്ലാ വീട്ടിലും അച്ഛന്മാർക്ക് ഇഷ്ടം പെമ്മക്കളെയാ, പക്ഷെ ഈ വീട്ടിൽ നേരെ തിരിച്ചാ, എൻ്റെ അച്ഛനെ മാത്രം എന്നെ ഇഷ്ടമല്ല മരുമകളെയാ ഇഷ്ടം. എടി അത് അവളുടെ ഗുണം, മാഷിൻ്റെ ഗുണമായിരുന്നു, ഏറ്റവും നല്ലൊരു സ്വത്തായിരുന്നു ഇഷിത എന്ന് പറഞ്ഞിട്ടോ
ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞ മോള്, അതിപ്പോൾ എനിക്ക് കിട്ടി, എനിക്ക് വേറെ എന്ത് വേണോടെ, ഏറ്റവും വലിയ സ്വത്താടി അവള് എന്നൊക്കെ പറയണോ. ഇതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല അച്ഛാ, അച്ഛനെ മരുമകളെ മാത്രം മതിയല്ലോ, മകളെ വേണ്ടല്ലോ എന്നൊക്കെ മഞ്ജുമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ദേഷ്യത്തിൽ വാതിൽ തുറന്നു വരുവാട്ടോ നമ്മുടെ മഹേഷ്. വളരെ ദേഷ്യത്തിലാണ് മഹേഷ് വരുന്നത്. അമ്മ എവിടെയും ചോദിക്കുമ്പോഴേക്കും അമ്മ അപ്പുറത്തെ ഒരു ഫ്ലാറ്റ് വരെ പോയതാ എന്ന് പറയുമ്പോഴേക്കും എന്താ മോനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛാ ആകെ നാണക്കേടായ അച്ഛാ, ഈ വീട്ടിൽ ഉള്ള ആൾക്കാർക്കും രചനക്കും തമ്മിൽ എന്താ അച്ഛാ ബന്ധം, എനിക്ക് ഇന്ന് അറിയണം, രചനയും തമ്മിൽ ബന്ധം, നീ എന്തൊക്കെയാ പറയണത് അച്ഛാ, ആ കാര്യങ്ങളൊക്കെ രചന അറിഞ്ഞു, ഞാനും ഇഷിതെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണം എന്നുള്ള രഹസ്യം രചന അറിഞ്ഞു. അവളൊരിക്കലും നൂറിലുള്ള ആൾക്കാരെ വിളിച്ചറിയിക്കില്ലല്ലോ, കാരണം അവർക്ക് അവളായിട്ടൊരു പരിചയമില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ കാര്യം അവർക്ക് വിളിച്ചു വേണ്ട കാര്യം അവർക്കില്ല. ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് രചന അറിഞ്ഞിരിക്കുന്നത്. എനിക്കത് അറിയണോ വെച്ചാൽ ആര് പറഞ്ഞിട്ടാണ് രചന ഇത് അറിഞ്ഞതെന്ന്, എന്താ നിന്നെ ആകാശം എങ്ങനെ വിളിച്ച് കളിയാക്കിയോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ ആകാശം വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് അവനെ കൊടുക്കാനുള്ള മറുപടിയൊക്കെ എനിക്കറിയാം, ഇത് രചന നേരിട്ടാണ് വിളിച്ചത്, അവളോരോന്നൊക്കെ പറയണ കേട്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി, എനിക്കറിയണം വെച്ചാൽ എന്നെ ഒറ്റ കൊടുക്കുന്ന ആരാണ് ഈ വീട്ടിലുള്ളത് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തെ റൂമിൽ കയറി വാതിൽ കഥ കടക്കാട്ടോ. അതിനുശേഷം അവിടേക്ക് സ്വപ്നവലി വരുന്നുണ്ട്. രാമ എന്ന് പറയുമ്പോഴേക്കും വേണ്ട ഒന്നും പറയണ്ട, ആദ്യം ഈ പരദൂഷണം ഭാഷയിലൊന്നും നിർത്ത്. എന്താ രാമ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ മോൻ വന്നിട്ടുണ്ട്. അവൻ എത്തിയോ? അതെ, വളരെ ദേഷ്യത്തിലാണ്. അവളുടെയും അതുപോലെ തന്നെ രചനയുടെ ഇഷിതയുടെ കാര്യം രചന അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യത്തിലാണ്. സത്യം പറ സ്വപ്നം, നീ രചനയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? നീയാണോ ഈ കാര്യങ്ങളൊക്കെ രചനയെടുത്ത് പറഞ്ഞത്? ഞാനല്ല രാമ, ഞാനെന്തിനാ അവളടുത്ത് പറയണത്, അതിൻ്റെ കാര്യമില്ലല്ലോ. എങ്കിലേ ഇവന് സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ആ കാര്യങ്ങളൊക്കെ നിന്റെ മോളാണോ രചനനെ വിളിച്ച് പറഞ്ഞത്, നിന്റെ മോളായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല, അവൾക്ക് രചനനെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇന്ന് രാവിലെയും കൂടി രചനനെ കുറ്റം പറഞ്ഞേയുള്ളൂ അവള്. എന്തായാലും മഹേഷിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടുന്ന് പോവാണ്. ആ സമയത്ത് സ്വപ്നവലി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഇനി അവളെങ്ങാനും ആയിരിക്കോ പറഞ്ഞത് എന്ന് അറിയാനായിട്ട് അടുക്കളയിലേക്ക് പോകുക കേട്ടോ സ്വപ്നവല്ലി. ആ സമയത്ത് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് മഞ്ജിമ. സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഞ്ജിമേ എന്ന് വിളിക്കുകയാണ്. എന്താ അമ്മേ, സത്യം പറയടി, നീയാണോ രചന എടുത്ത് ആ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്? അമ്മേ ഇല്ലമ്മേ, ഞാൻ എന്നല്ല, സത്യം പറയണം, നീയല്ലടി പറഞ്ഞത്. എന്നിട്ട് നീ അവളുടെ കയ്യിൽ നിന്ന് പണം എന്തെങ്കിലും വാങ്ങിച്ചോ? ഇല്ലമ്മേ, ഞാൻ പണമൊന്നും വാങ്ങിച്ചിട്ടില്ല. നോക്കിക്കേ, മഹേഷ് ആകെ ദേഷ്യത്തിലാണ്. നീയാണ് ഇതിന് പിന്നിലെങ്കിൽ മഹേഷ് പിന്നെ വെച്ചേക്കില്ല, നിനക്ക് ഈ വീട്ടിൽ പടി കയറാൻ പറ്റില്ല. അത് നീ ആലോചിച്ചോ. വീട്ടിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് അതൊരു അഹങ്കാരം അലങ്കാരമായിട്ട് എടുക്കരുത്, അത് കുടുംബം നശിക്കാൻ കാരണമാകും. ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് സ്വപ്നവല്ലി പറയുമ്പോഴേക്കും മഞ്ജുവ പറയണ്ട, അമ്മേ ഞാൻ രചനനെ കാണാൻ പോയ കാര്യം അമ്മ ആർത്തും പറയരുത്, എന്നെ പുറത്താക്കരുത് അമ്മ ഇവിടെ നിന്ന് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഞാനായിട്ട് എന്തായാലും നിന്നെ ഒറ്റിക്കൊടുക്കില്ല, പക്ഷെ നിന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടുംബം നശിയാൻ വേണ്ടി നീ ഒരു കാരണമാവരുത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി അവിടെ നിന്ന് പോവാണ്. മഞ്ജുവ മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മക്ക് മാത്രമല്ല ഒരു കുടുംബമുള്ളൂ, ഈ കുടുംബം കുട്ടിച്ചോറാക്കാതെ എനിക്കൊരു സമാധാനമില്ല. എൻ്റെ കൈലാസത്തിനെ സഹായിക്കാത്ത ആൾക്കാരാ ഈ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ടേ ഇനി മഞ്ജുവ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നിങ്ങനെ മഞ്ജുവ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് മഹേഷ് ദേഷ്യത്തിൽ നമ്മുടെ രാമനാഥൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രാമനാഥൻ ചോദിക്കണ്ട, എന്താ മോനെ ശരിക്കും എന്താ സംഭവിച്ചത്, ഒന്നും പറയണ്ട അച്ഛാ. ആ രചന എന്നെ വിളിച്ചിരുന്നു, അവള് പ്രണയം കലർന്ന വാക്കുകളായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാനൊരു ഏകപത്നി വ്രതക്കാരനാണെന്ന്, സീതനെ ഉപേക്ഷിച്ചാലും സീതനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന രാമനാണ് ഞാനെന്നൊക്കെയാ അവൾ പറഞ്ഞത്. അവളെ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളാ, അവൾ എന്നെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് നിൽക്കണവളാണെങ്കിൽ ഞാൻ ഒരിക്കലും അവളുടെ മുമ്പിൽ അഭിനയിക്കില്ലായിരുന്നു. ഇത് ഞാനും ഇഷിതയും ഒരുപാട് അഭിനയിച്ചു അവളുടെ മുമ്പിൽ, നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു. ഇപ്പം ഞാൻ മാത്രമല്ല ഇഷിതയും കൂടി ഞാൻ നാണം കെട്ടത്. എൻ്റെ കൂടെ നിന്നവളാ ഇഷിത, അവളെയും കൂടി ഞാൻ നാണം കെടുത്തിയില്ല അച്ഛാ. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ, രചന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് രചന സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അച്ഛൻ തന്നെ മുൻകൈ എടുത്തിട്ട് ഈ വീട്ടിൽ ആരാണ് എന്നെ ഒറ്റിക്കൊടുത്തതെന്ന് അച്ഛൻ മനസ്സിലാക്കി എന്നോട് പറയണം. മോനെ ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു, നീയും ഇഷിതയും ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് സ്നേഹത്തോട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോഴേക്കും, അല്ല മാത്രമല്ല നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ട്, ഇത് മാത്രം മോനെ നീ എന്നോട് തുറന്നു പറയാത്തതെന്ന് പറയുമ്പോൾ അച്ഛാ തുറന്നു പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛാ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു സ്നേഹം ഞാനും ഇഷിതയും തമ്മിലുണ്ട് അച്ഛാ. എനിക്ക് അവളോട് പ്രണയമാണ്, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛാ. ഈ മഹേഷിൻ്റെ വിരൽ തമ്മിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇഷിതയാണ്, അവൾക്കും അങ്ങനെ തന്നെയാണ് അച്ഛാ. ഇതെന്ത് പറയാനാണ് അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാനായിട്ട് നമുക്ക് സമയം ആയിട്ടില്ല, അത്രയേ ഉള്ളൂ. അത് ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ അച്ഛാ? അച്ഛൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഈ വീട്ടിൽ
വീട്ടിൽ ആരാണ് എന്നെ ഒട്ടിയെന്നുള്ള കാര്യം അച്ഛൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് എന്നോട് വന്ന് പറയണം എന്ന് മഹേഷ് പറഞ്ഞുകൊണ്ടിരിക്കും തന്നെ അവിടേക്ക് സ്വപ്നവല്ലി കയറി വരുവാട്ടോ. അതെല്ലാം കേട്ടുകൊണ്ട് സ്വപ്നവല്ലിയാണെങ്കിൽ ദേഷ്യത്തിൽ മഹേഷിനോട് ചോദിക്കേണ്ടത്, നീ എന്താടാ പറഞ്ഞത്? ഞാനും മഞ്ജിമയാണ് ഈ വീട്ടിൽ നിന്നെ ഒട്ടിയെന്നാണ് നീ പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കില്ലടാ. എന്താ നൂറി നിന്നിട്ട് ഈ രഹസ്യം പുറത്തു പോകില്ലേ? ഞാൻ എന്നെ പുറത്ത് കാണുമ്പോഴൊക്കെ പ്രിയാമണി ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഈ പ്രശ്നം ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ കാതും ചെവിയൊക്കെ ഉണ്ടടാ. അവര് പുറത്ത് ഈ ഫ്ലാറ്റിൽ ഒരുപാട് പേരുണ്ട്. അവരെങ്ങാനും കേട്ടിട്ടാണ് ഈ കാര്യം പുറത്തറിഞ്ഞെങ്കിലോ? പ്രിയാമണിയാണ് എല്ലാത്തിനും കാരണം. അവരെല്ലായിടത്തും ഉച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും പറയണത് എന്നൊക്കെ പറയാണ്. അത് കേട്ട് മഹേഷ് ദേഷ്യത്തിൽ പുറത്തേക്ക് പോവുക. അപ്പോൾ മഹേഷ് പോയി കഴിയുമ്പോഴേക്കും രാമനന്ദൻ പറയണ്ട്, സ്വപ്നം ഇതാരാണ് രചനയുടെ കാതിലെത്തിച്ചത്? എനിക്ക് നന്നായിട്ട് അറിയാം. സ്വപ്നം വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. മഹേഷിനാ ഇപ്പൊ 100ലേക്ക് വഴിതെറ്റിച്ച് വിട്ടില്ലേ? പക്ഷെ അവനത് തന്നെ വിശ്വസിച്ചിട്ടൊന്നുമില്ലടോ. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ഞാൻ മഹേഷിനോട് പറഞ്ഞു കൊടുക്കും എന്ന് രാമനാഥൻ പറയുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ശരിയാണെങ്കിൽ അമ്മേനെ അച്ഛനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പ്രിയാമണി ആണെങ്കിൽ ആകെ വിഷമത്തിലും അതുപോലെ തന്നെ പിണക്കത്തിലാണ്. ഇഷിതടുത്ത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ ഇഷിത നമ്മുടെ പ്രിയാമണി നിക്കിളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ രചനയുടെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ മഞ്ജിമ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഫോണിലൂടെ. അത് കേട്ട് രചനയ്ക്ക് സന്തോഷമാവാണ്. രചന വേഗം തന്നെ ആദ്യടുത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാ. ചിപ്പിനെ ആവശ്യപ്പെടാൻ വേണ്ടി പോകുക. നീയും കൂടി എൻ്റെ കൂടെ വരണം എന്ന് രചന പറയുമ്പോഴേക്കും ആദ്യം പറയണ്ട, അമ്മേ ഞാൻ അമ്മയുടെ കൂടെ വരാനും പോകുന്നില്ല, അമ്മ എവിടെയും പോകാൻ പോകുന്നുമില്ല. അവിടെ ചിപ്പി സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. അത് കളഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കില്ല അമ്മേ എന്ന് മമ്മി എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ എല്ലാം തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.